മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ആയില്ലേ വേദ ഓക്കെ ആയെന്ന് വിശ്വസിക്കുന്നു. രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചു കേട്ടോ. കാരണം വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊന്ന് ലേറ്റായി. അപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകുന്നില്ല. ഞാൻ ബട്ടൂര കഴിച്ചു. വേദ പാല് വാങ്ങിച്ചിട്ട് നമ്മൾ മറ്റേ ചോക്കോസ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അവൾ കഴിച്ചു. ഏട്ടൻ ബ്രെഡ് ടോസ്റ്റ് കഴിച്ചു. നമ്മളിനി ഫസ്റ്റ് ഒരു ആരതിയൊക്കെ കാണാം. ആരതിയൊക്കെ വൈകിട്ടല്ലേ, രാവിലെ ഉണ്ട്. വെളുപ്പിന് പോകാൻ തണുപ്പൊക്കെ ഉണ്ട്, അടിച്ചു. വൈകുന്നേരത്തെ ആരതി കാണാമെന്ന് കരുതി. ഇപ്പം നമ്മൾ പോകുന്നത് ബനാറസി സാരി ഹോൾസെയിലായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവുകയാണ്. അധികം റേറ്റൊക്കെ ആണെങ്കിൽ എടുക്കത്തില്ല, ജസ്റ്റ് ഒന്ന് നോക്കാൻ പോവുകയാണ്. വലിയൊരു എമൗണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് വെച്ചാൽ നിങ്ങളാരും വാങ്ങത്തുമില്ല. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, നമ്മുടെ ബഡ്ജറ്റിനുള്ള സാധനമാണെങ്കിൽ എടുക്കാമെന്ന് കരുതി. അപ്പോൾ എപ്പോഴത്തേയും പോലെ ഊബർ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാം. ഒരുപാട് ഉണ്ട് കേട്ടോ ഹോൾസെയിൽ. നമ്മളിപ്പോൾ ഹോട്ടലിൽ ചോദിച്ച് ആ കുട്ടി പറഞ്ഞതനുസരിച്ചാണ്. അത് തന്നെ ബങ്കർ എന്ന് പറഞ്ഞാൽ നെയ്ത്തുകാരെയാണ് പറയുന്നത് കേട്ടോ. ആ കുട്ടി പറഞ്ഞതനുസരിച്ച് ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. വേദയുടെ ഒന്നൊറ്റ മിനിറ്റ്, മൂക്കിലൊക്കെ റൂഷ് ഇട്ടേക്കണം. ഞാൻ റൂമിൽ വെച്ച് ശ്രദ്ധിച്ചില്ല. അപ്പൊ നോക്കിയപ്പോ ചുമന്നൊന്നും കടിച്ച പോലെ ഞാനന്ന് ബാഗൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. ഗ്ലൗവും ഹിമാലയത്തിലല്ല, ഗ്ലൗവും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച്. കാരണം ഇനി ആരതിയൊക്കെ കാണാൻ ചിലപ്പോൾ നമ്മൾ ബോട്ടിലൊക്കെ ആയിരിക്കും പോകുന്നത്. ഇവർക്കൊക്കെ തണുപ്പ് പറ്റും, എന്നെ കൊണ്ട് പറ്റില്ല. ബാഗാ ഞാൻ വേറെ കാണിക്കുന്നത്. എനിക്ക് തണുപ്പ് പറ്റില്ല. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗ്ലൗ ഒക്കെ ഇട്ടു. കാരണം ഓട്ടോയിൽ പോകുമ്പോൾ എന്നെ കളിയാക്കണതാണ്. ഓട്ടോയിൽ പോകുമ്പോൾ കാറ്റടിച്ച് കൈയൊക്കെ തണുക്കും. പക്ഷെ ഗ്ലൗ എന്നെ കാട്ടുണ്ട്. അങ്ങനെ എടുത്ത് പിന്നെ വീണ്ടും ബാഗിലിട്ട്. ലോക്കേ ഇതിലോട്ട് പോയി. ഞാൻ കരുതിയേ ഓട്ടോ ആയിരിക്കും. ഇത് മറ്റേ ഓപ്പണാണ്, തണുക്കും. അവിടെ നല്ല സുഖമുണ്ടിരിക്കും. അതാണ് നമ്മൾ ഇങ്ങോട്ടാക്കിയത്. എനിക്ക് തണുക്കും. ആർക്കും എന്നെ തീർക്കാനാവില്ല. സുഖമുണ്ട് കേട്ടാ. അല്ലെ കൈയൊക്കെ തണുത്ത് വേണോ? സ്ട്രീറ്റിലാണെന്നാണ് കുട്ടി പറഞ്ഞത്. അതായിരിക്കും ഒരു തിരിച്ച് ഊബർ കിട്ടുമെന്ന് തോന്നുന്നു. തോന്നുന്നില്ല തിരിച്ച് ഊബർ കിട്ടും. ബങ്കർ സൊസൈറ്റി എന്നാണ് നെയ്യണവരെ പറയുന്നത്. ഞാൻ ഗ്ലൗ ഒക്കെ ഊരി വെച്ച് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഊബറിലായതുകൊണ്ട് 109 രൂപയായുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞാൽ 10-200 രൂപ വാങ്ങിച്ചേനെ. കൂടുതൽ നല്ല ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാം വേവ് ചെയ്യുന്ന ശബ്ദം. ഡ്രസ്സ് ഇവിടെ ആടിനും പട്ടികൾക്കും എല്ലാം ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം നെയ്യുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. നമുക്ക് കയറി ചോദിച്ചു നോക്കാൻ. ഏട്ടൻ കയറി ചോദിച്ചു. എനിക്ക് ഇന്ത്യ എന്ന് പറഞ്ഞു അവിടെ ഉണ്ടെന്ന് പറയുന്നു. ഇതായിരിക്കും ഓപ്പൺ. അവൻ നമ്മളെ കൊണ്ട് പോകും. അടുത്ത് എവിടെയെങ്കിലും കൊണ്ടിറക്കി പൈസ വാങ്ങിക്കാനാണ്. നെയ്യുന്ന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അച്ഛനും മോളും ഉണ്ടല്ലോ, ആ ഓട്ടോക്കാരൻ പറഞ്ഞ് ഇവിടെ എങ്ങും ഒന്നുമില്ല എന്ന്. അങ്ങനെ രണ്ടും കൂടെ എന്തെല്ലാം പറഞ്ഞെന്നറിയാം. എനിക്ക് ലൊക്കേഷൻ ഇടാൻ അറിഞ്ഞൂടാ. അപ്പൊ കണ്ടാ കട തുറന്നില്ല, അതെൻ്റെ കുഴപ്പമില്ലല്ലോ. പക്ഷെ ഇവിടെ എല്ലാം നെയ്യണ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. എല്ലാ ബിൽഡിങ്ങിലും മെഷീനാണ് കേട്ടോ. അകത്തൊക്കെ കൈ കൊണ്ട് നമ്മൾ ആളിരുന്നല്ല ചെയ്യുന്നത്, മെഷീൻ വെച്ചാണ് വേവ് ചെയ്യുന്നത്. അകത്ത് കയറി ഒരാളോട് ചോദിച്ചിട്ട് കടയാണ് ഇതൊക്കെ. ഓപ്പൺ ആയിട്ടില്ല. ഇപ്പം ഒന്ന് വിളിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 9:30 ആയിട്ടേ ഉള്ളത്, ഉണ്ടാവും. ഓപ്പൺ ആയിട്ടില്ല. ഇതാണ് നെയ്യുന്ന മെഷീനാണേ. ആളിങ്ങനെ ചെയ്യേണ്ട, തനിയായിട്ടുള്ളൂ. എന്തൊക്കെയോ ആള് പറഞ്ഞു. തനിയെ നെയ്തോ നെയ്യുണ്ടല്ലേ.
തീ കൂട്ടണേന്ന്. പകലുള്ളൂ തണുപ്പ്, ഈ രാവിലെ സമയം ഒരു 10 മണിയിലൊക്കെ ഉള്ളു തണുപ്പ്. എല്ലാം വലിയ തണുപ്പില്ല, വലിയ തണുപ്പില്ല. പക്ഷെ ജയ്പൂരിലൊക്കെ അന്ന് നല്ല തണുപ്പായിരുന്നു. അത് തണുപ്പായോണ്ട് തന്നെ ഇട്ട് കൊടുത്തേക്കുന്നേക്ക് ജിദ്ദ പോഞ്ഞു. ഇപ്പൊ ഞാൻ താഴെ പോകാനേട്ടാ, ഞാൻ ഇരിക്കാൻ പോയപ്പോ ചേർന്നെടുത്ത് മാറ്റി. ഞാൻ അവിടെ ഇപ്പൊ വീണാനാ. എവിടെ പോയി? വെയിലായോണ്ട് 12 മണിയാവും കിടക്കും. അല്ല, മഴ തണുപ്പായോണ്ട് ആളിപ്പോ 2 മിനിറ്റിൽ വരുമെന്ന് പറഞ്ഞിട്ട് 10 മിനിറ്റ് ആയി. പാവം തണുപ്പായോണ്ട് അവര് ഇട്ട് കൊടുത്തേക്കുന്നിരിക്കും. അത് ശരിയാണ്. അത് വെച്ച് കടിച്ചു തരാം നമുക്ക്. അവിടെ നെയ്യുന്ന ശബ്ദമൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് ഇത് തന്നെ കടകള്. സേലത്ത് പോയല്ലേ? സേലത്ത് പോയതല്ല, ചെട്ടിനാട് പോയല്ലേ? വാരണാസി വന്ന് കട കുത്തി തുറന്നാണ് നമ്മൾ സാധനം വാങ്ങുന്നത്. അങ്ങനെ കട തുറന്നു. വിലകളൊക്കെ എങ്ങനെയാണെന്നറിയില്ല. നല്ല ഷോള് കേട്ടാ. നമുക്കൊരു ബനാറസി സിൽക്ക് ചുരിദാർ മെറ്റീരിയൽ ഉണ്ടായിരുന്ന ഓർമ്മയുണ്ട്, അതിൻ്റെ ഷോള് പോലെ. ഇവിടെ തന്നെയാണ് പേ ചെയ്യുന്നത്. കുറച്ച് സമയം തൊപ്പി മാറ്റാം. ഇതെല്ലാം ബനാറസി സാരിയാണോ ചോദ്യം? 500. ഓക്കെ, 500 രൂപ സാരി ഉണ്ടെന്ന്. ബിസിനസ്സേ ഇരുന്നാ എഴുന്നേക്കാനാണ് പാടന്നെ. ഇതൊക്കെയാണ് 500 രൂപയുടെ സാരി. ബോട്ടിൽ വെള്ളമൊക്കെ തന്നിട്ടുണ്ട്. 15,000, 10,000, 5,000 ഒക്കെയാണ് സാരിയുടെ വില എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളാരും നമ്മളെ നിന്ന് വാങ്ങത്തില്ല. ശ്രീകുട്ടി വില കൂട്ടി തന്നു എന്ന് പറയും. ബ്ലൗസാ? ഓക്കെ. ബോഡി एक कोरियर करो केरला में. ब्लाउज पीस थ्रेड वर्क साथ. ये पूरा पट्टी आएगा स्लिप पे. ओके. ये बॉडी फुल बॉडी पल्लू इसका, ब्लाउज पीस का क्रॉस पट्टी साथ. ओके. इसमें आपको जरी नहीं मिलेगा. ये पहनने पे ना बहुत कंफर्टेबल होता है. ये देखिए ऐसे ഇത് ചുരിദാർ മെറ്റീരിയൽ. ये भी 3 पीस सेट होता है. 1500 രൂപ. ये इसका पैंट है. ये इसमें आपको 2 ऑप्शन मिलता है. इसका भी कुर्ता बना लीजिए, इसका भी कुर्ता बना लीजिए. पल्लू ഉള്ള നമുക്ക് പിള്ളേരും പട്ടിയും പട്ടം പറത്തിപ്പിക്കുന്നു. പട്ടം ഉണ്ടാക്കണം നമുക്ക്. പങ്ക് 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 ചുട്ടിയേ. ക്രിസ്മസ് ക്രിസ്മസ് ഉദ്ദേശിച്ച പോലെ അല്ല കേട്ടോ. ഭയങ്കര വില. കുറഞ്ഞതുകൊണ്ട് 500 രൂപയ്ക്ക് സാധനമുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ക്വാളിറ്റിക്ക് പറ്റിയതല്ല, അത് കൊള്ളത്തില്ല. സാധാ ഒരു സാരി പോലെ 500 രൂപയ്ക്കൊക്കെ നമ്മൾ ബനാറസി സാരി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരുമ്പോൾ അതിനൊരു ലുക്കൊക്കെ വേണ്ടേ. അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല. ഇവിടെ നിറയെ ഉണ്ട്, പക്ഷെ എല്ലാം അടച്ചിരിക്കുകയാണ്. അതിന് ഞാനും പറഞ്ഞത് അതന്നെ ഞാനും പറഞ്ഞത് 12 മണിയൊക്കെ ആയിട്ട് എല്ലാം ഒന്ന് സജീവമാവുള്ളൂ. നമ്മൾ നേരം വിളിക്ക് മുന്നേ വന്നിട്ട്
ഇനി ഷോപ്പുകളിലൊന്ന് കയറി നോക്കണം. ഇന്നലെ നമ്മൾ വന്നപ്പോൾ അവിടെയൊക്കെ കടകളിൽ ബനാറസി സാരി 1000 രൂപ 500 രൂപ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതും ഇതൊക്കെ എനിക്ക് അവസ്ഥ, എങ്കിലൊന്ന് കയറി നോക്കാമായിരുന്നു. ബ്ലൗസ് ഇല്ലെങ്കിലേ ശരിയാവൂല. നമ്മൾ നേരെ അസി കെട്ടിലാണ് പോകുന്നത്. പോയിട്ട് നല്ല പെൻഡിങ് ഉള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കണം. പിന്നെ സാരി എവിടെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ അയാൾക്ക് ഗ്യാസ് നിറയ്ക്കാനെന്നും പറഞ്ഞത് ഇവിടെ ഇറക്കി നിർത്തിയിരിക്കുകയാണ്. 118 രൂപ ഉള്ളൂ കേട്ടോ. പക്ഷേ അയാൾ എൻ്റെ 200 രൂപ വാങ്ങിച്ചു. തിരിച്ച് തരാമെന്നൊക്കെ പറയണേ. ഏത് ഭാഷ ഇനി പറഞ്ഞ് സംസാരിക്കുമെന്ന് അറിഞ്ഞൂടാ. അയാൾ പൈസ തരുന്നത്. നമ്മൾ ഇയാൾ 200 രൂപ ഗ്യാസ് അടിക്കാനെന്ന് പറഞ്ഞ് വാങ്ങിച്ചേ. എന്നിട്ട് ബാക്കി പൈസ തന്നു. ഞങ്ങൾക്ക് തരൂലെന്ന്. ചായ അടിച്ചിട്ട് പോവാം. എന്താ ദാദാക്കി ചായ്. നമ്മളിപ്പോൾ അസി കട്ടിലാണുള്ളത്. അസി കട്ടല്ലേ? ഇങ്ങോട്ട് തന്നെ കട്ടിലേക്ക് പോണ വഴി. ആദ്യം ചോദിച്ചോട്ടെ നമ്മൾ എവിടെ നിന്ന് പറഞ്ഞ് പോണേ. നിറയെ കടകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ചായ എന്തായാലും കുടിച്ചിട്ടില്ല. ബാക്കി भैया 80 कट का 80 कट ഓക്കെ താങ്ക് യു. ആരോടും ചോദിക്കാതെ ഞാൻ ചുമ്മാ പോയാൽ അറിയാമോ? നമുക്ക് പൂരി ബജി, പാവ് ബജി, കച്ചോടി കിച്ചോടി വേണ്ട. എനിക്കൊരു ചായ വേണം. പാവ് ബജി. ആ മാഗി അല്ല, ചെറിയ കടകളുണ്ടെങ്കിൽ ചെറിയ കടകൾ നോക്കാം. അങ്ങനെ വഴിയരികിൽ നിന്ന് കുടിക്കണത് പിടിച്ചോ. അല്ല അവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ചായ. ഇതാണ് അസി കട്ട്. ചായ എവിടെ കാണാൻ നോക്കട്ടെ. കണ്ടോ ചായ ഇല്ല അവിടെ. അവിടെ ചായ കുടിക്കാം. ബാ വൃത്തി നോക്ക്. एक मैगी ഇഞ്ചിയാ? ഇന്നലെ ഇഞ്ചിയില്ലേ? അവിടെ വെച്ച ഭയ്യ കണ്ടോ വൃത്തി കണ്ടോ? ഇവിടെ നിന്നാണ് നമ്മൾ മാഗിയും ചായയും കുടിക്കുന്നത്. ഇവിടെയൊക്കെ മാഗി ചായയും ഫുഡ് സ്ട്രീറ്റ് പോലെ കേട്ടോ. നമ്മളിപ്പോൾ ബോട്ടിൽ കയറി. ബോട്ടിൽ പോകില്ലേ ഇപ്പം നമ്മൾ? നമ്മുടെ മാഗി റെഡി. അവിടെ എന്തൊക്കെയോ മസാലയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. വാങ്ങിക്കാം. അവിടെ ഇതാ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട്. വേറെ ഇത് കഴിക്കുമോ? അങ്ങോട്ട് നീങ്ങ. ചൂട് ചെളി. ഇവിടുത്തെ മാഗി നല്ലതാ. ഈ തണുപ്പത്ത് ചൂട് മാഗി സൂപ്പറാണ്. വച്ചേറ്റാവായില്ലേ? ചൂടുണ്ട് ചൂടുണ്ട് ചൂടുണ്ട്. ചൂടില്ലേ? വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒട്ടും വൃത്തിയില്ല. അതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് കഴിക്കാം. ഇവിടെയുള്ള പൊടി അത്രയും മാഗി വീണ് കാണും. ബാ
ഇവിടെ നിന്ന് കഴിക്കാം. കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് ഇറങ്ങിക്കാം. അസ്സി കട്ട്. വാവ്, കൊള്ളാം കേട്ടോ. ഓ, അവിടെയൊക്കെ മാഗി ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കഴിക്കാം. ബാ, ഇവിടെയൊക്കെ മാഗി ഉണ്ടായിരുന്നു. നല്ല വൃത്തി ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് കഴിച്ചു വാങ്ങിച്ചാൽ മതിയായിരുന്നു. ഇതാ ചൂടുണ്ടാ? നമ്മളെ മാഗി കഴിക്കാണ്. അവിടെ ഇരിക്കാം. ആദ്യം കഴിക്കട്ടെ, കഴിച്ചിട്ട് പിന്നെ ബോട്ട്. ഇപ്പൊ നമ്മളെ പ്ലാനിങ് മണികർണിക ഘട്ടത്തിൽ അവർ കൊണ്ടിറക്കും എന്നാണ് സീമ പറഞ്ഞത്. കൊണ്ടിറക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് വരാം. നല്ല വൃത്തിയുള്ള മാഗി ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കാടാ, അവിടെ ഇരിക്കണം. ഇവിടെ ഇരിക്കാം. ഇരുന്നാ കഴിക്കാൻ രഥം കിട്ടൂല. കൊള്ളാല്ലേ? എന്ത് കാശി! അമ്പലത്തിൻ്റെ ഇവിടെ നിന്ന് ഒരു രക്ഷയില്ല. നമുക്ക് അടുക്കാൻ പറ്റാത്ത തിരക്ക്, ഭീകര തിരക്ക്. നമുക്ക് മണികണ്ഠ കട്ടി പോയിട്ട് ഓട്ടോ വിളിച്ചിങ്ങോട്ട് വരാം. നല്ല വൈബുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഈ തണുപ്പത്ത് ഈ ചൂട് മാഗി സൂപ്പർ. പക്ഷെ ഇവിടെ താഴെ മാഗി ഉള്ളത് ഞാൻ കണ്ടില്ല കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കത്തുള്ളായിരുന്നു. എല്ലാം വെള്ളം ഒന്നു തന്നെ, എങ്കിലും കുറച്ചുകൂടെ വൃത്തിയുണ്ടല്ലോ. ദേശാടന കിളികളും, അതായത് മൈഗ്രേറ്റ് ചെയ്യുന്ന ബേർഡ്സ്, വേറെ സ്ഥലത്തുള്ള ബേർഡ്സ് ആയിരിക്കും. ഒരു ടൈമിൽ അത് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും. കുറച്ച് നാൾ ഇവിടെ കാണും. ഞങ്ങളിവിടെ മാഗി കഴിക്കുന്ന തിരക്കിലും ഏട്ടൻ അവിടെ വീഡിയോ എടുക്കുന്ന തിരക്കിലും. ആ മനുഷ്യനൊരു ക്യാമറ മാത്രം മതി കേട്ടോ. പിന്നെ ഭാര്യ ഉണ്ടോ മോളുണ്ടോ അതൊക്കെ രണ്ടാമത്തെ കാര്യം. ഭക്ഷണം പോലും വേണ്ട. അല്ലെങ്കിൽ ഏട്ടൻ ഇതൊന്നും കഴിക്കില്ല, അത് വേറെ കാര്യം. വേണോ മാഗി? നിനക്കെന്ത് കഴിച്ചാ? ഇവിടെ വേണ്ട. പാനിപ്പൂരി ഒന്നും കഴിക്കണ്ട. ടോയ്ലറ്റ് ഉണ്ടോ അവിടെ? സന്യാസിമാരെയൊക്കെ കാണാമല്ലോ. ആണ്ട് ഇവിടെ നല്ല ചായ ഉണ്ടായിരുന്നു, വൃത്തിയുണ്ടായിരുന്നു, വൃത്തിയുള്ള ചായ ഉണ്ടായിരുന്നു. ചായ ഇടാനായിരിക്കും. ഒരു ആവേശത്തിനാണ് അവിടെ നിന്നെല്ലാം ചായയും മാഗിയൊക്കെ വാങ്ങിച്ചത്. ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അത് ടെമ്പിളാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ടോയ്ലറ്റൊക്കെ വൃത്തിയില്ലായിരിക്കും. അത് അവിടെ ഉണ്ട് ടോയ്ലറ്റ്. ഒന്ന് ടോയ്ലറ്റ് പോയിട്ട് വരാം. അസ്സി ഘാട്ട്, ഇതാണ് അസ്സി ഘാട്ട്. ആ ടെമ്പിളാണോ ചോദിച്ചു നോക്കാം. മന്ദിരാണ്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അമ്പലമാണ്, കയറിയിട്ട് വരാം. ഓ വാ. അമ്മേ, ഇതെന്ത് സ്റ്റെപ്പ് ഇത്! അവിടെ മൂവി ഷൂട്ട് നടക്കണം. ഏതോ മൂവിയുടെ ഷൂട്ട് നടക്കണം. അമ്മേ, ഇതൊന്നും സ്റ്റെപ്പ് ഇത്! അയ്യോ, സീരിയലായിരിക്കും. അതിലുള്ളവരെയൊന്നും നമുക്ക് അറിഞ്ഞൂടാ. മൂവി ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ. വാ, അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വരാം. കൊള്ളാം, ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇത് ഇന്നിടാൻ വീഡിയോ എടുത്തോട്ട്, വേറെ ഫോട്ടോ എടുക്കാനാണ്. വിൻ്റർ ആയതുകൊണ്ട് നല്ല രസമുണ്ട്. വെയിലാണെങ്കിൽ നമുക്ക് ഇത്ര ആസ്വദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ വിൻ്റർ ആയതുകൊണ്ടാവാം ഭയങ്കര രസമുണ്ട്. ഇതാണ് കാശി. ചെളിയാ? അതവിടെ എന്താ സെറ്റ് ചെയ്യണ? എന്താ ക്ലീൻ ചെയ്തവർ മണ്ണൊക്കെ മാറ്റി അവിടെ എന്തൊക്കെ സെറ്റ് ചെയ്യണതാണ്.
അല്ല ടോയ്ലറ്റ് നല്ല വൃത്തിയുണ്ട് കേട്ടോ, അത് നമ്മൾ പറയാതിരിക്കാൻ പാടില്ല. നല്ല വൃത്തിയുണ്ട് നമ്മൾ കയറിയത്. നല്ലത് പറയണമല്ലോ. അവർ ഇറക്കൂല, ഇങ്ങനെ ബോട്ട് ചെയ്ത് ഓരോ ഘട്ട് കാണിച്ചു തരും. ഷെയറായിട്ടും പോവാം, അല്ലാതെയും പോവാം. ഷെയറായിട്ട് പോയാൽ കുറച്ച് ലാഭം കിട്ടും. നമുക്ക് നോക്കാം ഏതെല്ലാം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. 500 एक आदमी. ക്യാമറാമാൻ ഡയറക്ടർ നമ്മളോടി ഇതിലും വലിയ ക്യാമറ നമ്മൾ കണ്ടിരിക്കുന്നത്. പിന്നെ ഷെയറിങ്ങിന് പോവാം, അതാകുമ്പത്തെ റേറ്റ് കുറഞ്ഞു. ഷെയറിങ് അല്ലേ അത്? ये बैठिए 100 रुपये पर पर्सन बता रहे हैं। 500 एक आदमी। मणिकर्णिका कट में स्टॉप है? हाँ स्टॉप है। कितना टाइम है उधर? इधर स्टॉप आपको घुमाने के बाद स्टॉप आपका 2 मिनट के अंदर में उतार देंगे बस। നമുക്ക് അവിടെ നിന്ന് വേറെ പോയിട്ട് വരാം. आपको उतरना तो നമ്മൾ ഷെയറിങ്ങിലാണ് പോണത്. ഒരാൾക്ക് 100 രൂപ വെച്ചാണ് അവർ പറയുന്നത് കേട്ടോ. നമുക്ക് മണികർണിക കട്ടിൽ ഇറങ്ങി അവിടേക്ക് ഒന്ന് കണ്ടിട്ട് തിരിച്ച് ഷെയറിങ്ങിലാണ് പോണത്. ക്യാ കർണ? ക്ലീനിങ് मिट्टी क्लीनिंग पूरा मिट्टी അവരെല്ലാ ഘട്ടും കാണിച്ച് പോവേ. ചെളി ചവിട്ടി പാടി പെണ്ണെ ചെരുപ്പ് വീട് കയറാൻ പറ്റുമോ നോക്കട്ടെ. അമ്മേ അതെ എനിക്ക് സീറ്റ് വേണ്ട, അത് കൊള്ളില്ല. ആട്ടായിരുന്നോ? ഇതാണ് രസം. നമുക്ക് തന്നില്ല, തരും. അയ്യേ ചെളിയായി. അവൻ്റെ മുട്ടും പോയി. കിളിക്ക് കൊടുക്കണ്ടേ പൈസ? കിത്തന ചോട്ടാ? 10 മതി കൊടു. 20 റുപ്പീസ്. ഇത് ബേർഡ്സിന് കൊടുക്കാനാട്ടോ. നമ്മൾ അതിന് നടുക്കെത്തുമ്പോൾ ദേശാടന കിളികൾ മൈഗ്രേറ്റ് ചെയ്ത ബേർഡ്സ് വരും. ഇതെന്തോന്നു ശരിക്കും തന്നെ ഇട്ടേക്കുന്നത്? വാട്ട് ഈസ് ദിസ്? നമ്മൾ പതിയെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും പറയും നല്ല നമ്മൾ വില പേശിയാൽ അവർ റേറ്റെന്ന് പറഞ്ഞു 3 പേർക്ക് 3500 രൂപ പറഞ്ഞു. അപ്പം 3500 രൂപ കൊടുത്ത് പോകണ്ടെന്ന് കരുതിയിട്ട് ആ പെഡലിനാണ് 3500 രൂപ പറഞ്ഞത്. പെഡലിലൊക്കെ ആൾക്കാർ പോകണം. പെഡലിലൊക്കെ പോണതിനുണ്ട് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുക. ബേർഡ്സ് ഒക്കെ നമുക്ക് അതിനെ കൊടുക്കാനാണിത്. വേണ്ട, അവിടെ എത്തിട്ട് അവർ പറയും. പറയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇതുപോലെയാണ് നമ്മൾ കുംഭമേളയ്ക്ക് പോയത്. അത് കുംഭമേളയ്ക്ക് അത് ചെറിയ ബോട്ടാണ്. അത് പക്ഷികൾ പറക്കണമൊക്കെ അയ്യ. അവരൊക്കെ ഇതെവിടെ പോണത്? എല്ലാരും കൂടെ കയറി ഇവിടെ ഇരുന്നു. കൊള്ളാല്ലേ? നമ്മളപ്പോൾ ഷെയറിംഗ് ബോർഡിലാണ് കയറിയിട്ടുള്ളത്. ഒരാൾക്ക് 100 രൂപ വെച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് അസിഘട്ടിൽ നിന്ന് നമോഘട്ട് വരെ നമ്മളെ ഇറക്കും 100 രൂപയ്ക്ക്. തിരിച്ച് വീണ്ടും അസിഘട്ടിലോ വേറെ എവിടെയെങ്കിലും ആണ് തിരിച്ച് വരേണ്ടതെങ്കിൽ 100 രൂപ എക്സ്ട്രാ കൊടുക്കണം. ഒരു സൈഡിലേക്ക് നമ്മൾ എത്ര ദൂരം പോയാലും 100 രൂപ, തിരിച്ച് ഈ ഒരു സൈഡിലേക്ക് എത്ര ദൂരം വന്നാലും 100 രൂപ. അപ്പോൾ ഞങ്ങൾക്ക് ഇത് അവർ പോകുന്ന വഴിക്ക് ഒരു ഘട്ടിൽ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്.
അവിടെ എല്ലാം ഇറങ്ങേണ്ടത് മണികർണിക ഘട്ടിലാണ്. അങ്ങോട്ട് പോയപ്പോൾ അവർ നിർത്തി തന്നില്ല. അപ്പോൾ തിരിച്ച് വരുമ്പോഴേ നിർത്തത്തുള്ളൂ എന്ന് പറഞ്ഞ് ഒരാൾക്ക് 200 രൂപ വെച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ 100 രൂപയ്ക്ക് എന്നൊക്കെ പറയും, തിരിച്ചുകൂടെ വരികയാണെങ്കിൽ 200 രൂപ കൊടുക്കേണ്ടി വരും. എന്നിരുന്നാലും അത് വലിയൊരു നഷ്ടമായിട്ട് തോന്നുന്നില്ല. കാരണം അപ്പ് ആൻഡ് ഡൗൺ 200 ആവുന്നുള്ളൂ. അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ, ഒരു അരമണിക്കൂറോളം ഒരു സൈഡിലേക്ക് തന്നെ ഉണ്ട്. എല്ലാ ഘട്ടുകളും കണ്ടാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഓട്ടോയിൽ വന്നപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് 84 ഘട്ടുകളാണ് ഇവിടെയുള്ള ഘാട്ടുകളല്ലേ ആണ് ഇവിടെ ഉള്ളത് എന്നാണ് പറഞ്ഞത്. 84 കാണുന്നുണ്ടോ എന്നറിയില്ല. ഓരോ ഘാട്ടുകളും അടുത്തടുത്താണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബെസ്റ്റ് ഐഡിയ ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ ഫസ്റ്റ് ഘാട്ട് എനിക്ക് തോന്നുന്നു നമോ ഘട്ടാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് കയറിയിട്ട് ആസിഘട്ടിൽ വന്നാൽ നിങ്ങൾക്ക് വൈകിട്ടത്തെ ആരതി കണ്ടിട്ട് ഒരു 4 മണി സമയമാകുമ്പോൾ നമോ ഘട്ടിൽ നിന്ന് ബോട്ടിൽ കയറി ആസിഘട്ടിൽ വന്നാൽ 100 രൂപ കൊടുത്താൽ അവർ ആസിഘട്ടിൽ ഇറക്കും. അത് ഓരോ സീസൺ അനുസരിച്ചായിരിക്കും. ഞാൻ ഇപ്പോഴത്തെ ഒരു കാര്യം പറയാം കേട്ടോ. അപ്പോൾ 4 മണിക്ക് വന്നിട്ട് നമോഘട്ടിൽ നിന്ന് കയറി 100 രൂപ കൊടുത്ത് ആസിഘട്ടിൽ ഇറങ്ങുക. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഗംഗ ആരതി തുടങ്ങും. അത് കണ്ടിട്ട് ഓട്ടോ പിടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ പോവാം. ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഘട്ടിൽ ഇറങ്ങണമെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ നിർത്തി തരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മണികർണിക ഘട്ട് ഒന്ന് കാണണമെന്നുണ്ട്. അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. അവിടെയാണ് നമ്മുടെ ഈ ഡെഡ് ബോഡീസൊക്കെ കത്തിക്കുന്ന പ്ലേസ് അവിടെയാണ്, ഈ മണികർണിക ഘട്ടിലാണ്. അപ്പോൾ അവിടെ ഇറങ്ങി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. കുറേ പേര് ഇതിനിടയ്ക്ക് ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, അവിടെ ഇറങ്ങി. കുറേ പേര് അല്ലാതെ നമോ ഘട്ടിൽ ഇറങ്ങി. അപ്പോൾ ഇവിടെ മണികർണിക ഘട്ടിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് അവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ നിർത്തി തരാമെന്ന് പറഞ്ഞു. റിട്ടേൺ വരുമ്പോഴേ ഇറക്കി തരത്തുള്ളൂ, അതുകൊണ്ട് 100 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാണ് അങ്ങനെ കയറ്റിയത്. ഈ മണികർണിക ഘട്ടിലാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഗേറ്റ് നമ്പർ 1 വരുന്നത്. അതുവഴി നടന്ന് പോകുമ്പോൾ അമ്പലത്തിൽ നമുക്ക് കയറാനും പറ്റും. ഈ ബോട്ടിലൂടെയുള്ള ഘാട്ട് കാണൽ യാത്ര നല്ല രസമായിരുന്നു കേട്ടോ. കാരണം വെയിൽ കൂടെ ഇല്ലാത്തതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു. പക്ഷികളൊക്കെ ഇങ്ങനെ നമ്മളെ കൂടെ പറക്കുകയാണേ. സത്യം പറയല്ലോ, അതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തത് ഈ അമ്പലങ്ങൾ 3 ഉച്ചവരെ കണ്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇതുപോലെ മണികർണിക ഘട്ടിൽ വന്ന് ഡെഡ് ബോഡീസ് എല്ലാം കത്തിക്കണ കണ്ട് അവിടെ നിന്ന് ബോട്ടിൽ ആസിഘട്ടിൽ വന്ന് ആരതിയും കണ്ട് പോവാം എന്നായിരുന്നു പ്ലാൻ. അത് കറക്റ്റ് ഒരു പ്ലാനിങ് ആയിരുന്നു. പക്ഷേ വേദയ്ക്ക് വൈകാത്തത് കൊണ്ടാണ് അതെല്ലാം തകിടം പറഞ്ഞത്. അത് ഇന്നത്തേക്ക് മാറ്റിയത്. പക്ഷേ ഇന്നും അത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ 11 മണിയായി. ഓരോ ഘാട്ടുകളായിട്ട് കണ്ട് ഇങ്ങനെ പോവുകയാണ്. ബോട്ടിൽ തന്നെ ഒരു ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ സമയം. ഇത് നമ്മുടെ ഘാട്ടിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇവിടെ കുറച്ച് ഭൂമികളെല്ലാം ഇങ്ങനെ മണ്ണായിട്ട് വെറുതെ കിടപ്പുണ്ട്. അവിടെ ക്യാമൽ സഫാരിയും പിന്നെ ടൂറിസ്റ്റുകളൊക്കെ വന്നിങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് ബോട്ടിൽ കയറി അപ്പുറത്ത് പോയി അവിടെ ഒരു കുളിയും ബഹളവും ഒക്കെ ആയിട്ട് അവിടെ എൻജോയ് ചെയ്യാനൊക്കെ പോകുന്നവർക്ക് അവിടെ പോയി കുളിയും കാര്യങ്ങളും. പിന്നെ എനിക്ക് തോന്നുന്നു മരണാനന്തര ചടങ്ങുകളൊക്കെ അവിടെ ചെയ്യുമെന്ന് തോന്നുന്നു, അറിയില്ല. അത് എക്സ്ട്രാ പൈസ കൊടുത്ത് വേറൊരു റൂട്ടാണ് കേട്ടോ. അങ്ങോട്ടേക്ക് പ്രൈവറ്റ് ബോട്ടുകൾ പോവും. അങ്ങനെയാണ്. നമുക്കിപ്പോൾ അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഘാട്ടുകളെല്ലാം കാണണം, എല്ലാം ഒന്ന് കണ്ടിരിക്കണം, മണികർണിക ഘട്ടിൽ ഇറങ്ങണം, അത്രയേ ഉള്ളൂ. ഈ ആസിഘട്ടിൽ തന്നെയാണ് രാവിലെയും ഗംഗാ ആരതി നടക്കുന്നത്. പിന്നെ ചില സ്പെഷ്യൽ ഡേയ്സിൽ വേറൊരു ഘാട്ടിലും കൂടെ നടക്കാറുണ്ട്. വൈകിട്ടും രാവിലെയും ഈ ആസിഘട്ടിൽ തന്നെയാണ് ഗംഗാ ആരതി നടക്കുന്നത്. അപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 5 മണി 6 മണി സമയം എന്തോ ആണ്. വൈകുന്നേരവും 6 മണിക്ക് തുടങ്ങും, ഒരു 7 മണി വരെയൊക്കെ ഉണ്ടാവും. ഉറപ്പായിട്ടും നിങ്ങൾ കാശിയിൽ വരുവാണെങ്കിൽ ഈ ഒരു ബോട്ട് റൈഡ് ഉറപ്പായിട്ടും നടത്തുക. പ്രൈവറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പേഴ്സണലായി സിംഗിളായിട്ട് അങ്ങനെ പോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ ഗ്രൂപ്പായിട്ട് പോകണമെങ്കിൽ കുറച്ച് പൈസ ലാഭം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും പോവാം. 100 രൂപയല്ലേ വരുന്നുള്ളൂ. നമുക്ക് ഏതെങ്കിലും ഘാട്ടിൽ ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങുകയും ചെയ്യാം. പക്ഷേ ഈ ഘാട്ടുകളെല്ലാം കണ്ട് പോകുമ്പോൾ അതൊരു പ്രത്യേക ഭംഗി തന്നെ കേട്ടോ. നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. വേറൊരു ആംബിയൻസ് കേട്ടോ. നമ്മൾ എന്താ അത് പറയുക, എനിക്കറിയില്ല. അവർ ചോദിച്ചിരുന്നു പ്രയാഗ്രാജിനടുത്താണോ വാരണാസി എന്ന്. അതെ, ഒരു 200 കിലോമീറ്ററിനുള്ളിൽ മാത്രമേ ഉള്ളൂ വാരണാസിയിലെത്താനായിട്ട്. പ്രയാഗ്രാജിൽ വന്നപ്പോൾ നമ്മളന്ന് വരണമെന്ന് കരുതിയതായിരുന്നു. പക്ഷെ അന്ന് വന്നിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ഭംഗി നമുക്ക് ആസ്വദിക്കാനോ ഇതൊന്നും നിങ്ങളെ കാണിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ വന്നതുകൊണ്ട് അന്ന് അത്രയും തിരക്കല്ലായിരുന്നോ. ഇപ്പം വന്നതുകൊണ്ട് എല്ലാം കവർ ചെയ്യാനും കാണാനും എടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴിത്രയും തിരക്ക്. അപ്പോൾ ആ പ്രയാഗ്രാജിൽ കുംഭമേള നടന്ന സമയത്ത് വന്നിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നിയന്ത്രിക്കാൻ പറ്റാത്ത തിരക്കായിരുന്നിട്ടുണ്ടാവും അല്ലേ. ഘാട്ടിൻ്റെ സൈഡുകളിലെല്ലാം ആൾക്കാർ കുളിക്കുന്നുണ്ട്, ഈ മരണാനന്തര ചടങ്ങുകൾ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ ഘാട്ടുകളിലും അതിൻ്റേതായ തിരക്കും മറ്റുമൊക്കെ ഉണ്ട്. ഓരോ ഘാട്ടും ഇറങ്ങി കാണാനാണെങ്കിൽ അത് പ്രത്യേക ഭംഗിയാണ് നമുക്ക്. പക്ഷേ സമയം അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ ബോട്ടിലിരുന്ന് കാണൽ മാത്രമേ ഒരു വഴിയായിട്ടുള്ളൂ കേട്ടോ. വെയിലുള്ള സമയത്താണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഈ ഏരിയയിലേക്ക് അടുക്കാൻ പറ്റുന്നു. അത്രയ്ക്ക് വെയിലായിരിക്കും. പക്ഷേ എങ്കിലും തിരക്കിനൊരു കുറവും ഉണ്ടാവില്ലെന്നാണ് കേട്ടോ പറയുന്നത്.
എന്തായാലും ഇപ്പോൾ നമ്മൾ വന്ന സമയം കുറച്ച് തണുപ്പാണെങ്കിലും കുഴപ്പമില്ല, എങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പേ ഉള്ളൂ. ഉറപ്പായിട്ടും വിൻ്റർ സീസണൊക്കെ ആകുമ്പോൾ എപ്പോഴും ഒരുപോലെ ഇരിക്കണമെന്നില്ല കേട്ടോ. പല സമയങ്ങളിലും പല രീതിയിലായിരിക്കും, നമുക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവരുടെ ബോട്ട് ഒരു ഘാട്ടിൽ നിർത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പേരൊക്കെ ഇറങ്ങുന്നുണ്ട്. ചിലർ ഈ ഘാട്ടിന് ചേർന്നിട്ട് റൂമെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ അമീർ ഘാട്ട് എന്നാണ് ഈ ഘാട്ടിൻ്റെ പേര്. അപ്പോൾ ആ റൂമിൽ പോകാനും ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റും. ഓരോ ഘാട്ടിൽ ഇറങ്ങിയാലും നമുക്ക് മെയിൻ റോഡ്, നമ്മൾ ഇന്നലെ കണ്ട മെയിൻ റോഡിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ അങ്ങനെ പോകാനൊക്കെ വന്നവർ കുറച്ച് പേര് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പേര് നമ്മോ ഘാട്ടിൽ ഇറങ്ങി. നമ്മൾ കുറച്ച് പേര് ഇവിടെ ഈ മണികർണിക ഘാട്ടിലിറങ്ങി. എനിക്കിവിടെ കാണാനായിട്ട് തോന്നിയിട്ടുള്ളത് മണികർണിക ഘാട്ടും പിന്നെ ഉറപ്പായിട്ടും അസീഘട്ടുമാണ്. പിന്നെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളൊന്നും ഇറങ്ങി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അത്രയും ഇതായിട്ട് പറയാനും പറ്റില്ല അത് മാത്രമേ കൊള്ളാവൂ എന്നുള്ളത്. അസീഘട്ടും കണ്ടു, മണികർണിക ഘട്ടും കണ്ടു. മണികർണിക ഘട്ട് എന്ന് പറഞ്ഞാൽ കാശിയുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് ഈ ഡെഡ് ബോഡീസ് കത്തിക്കുക എന്നൊക്കെ ഉള്ളത്. ആ ഒരു സംഭവം അവിടെയാണ്. അപ്പോൾ അത് കയറി ഉറപ്പായിട്ടും നമ്മൾ മസ്റ്റായിട്ട് കാണേണ്ട സ്ഥലമാണ് അവിടെ. അസീഘട്ടിൽ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അമ്പലത്തിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ഒരു ബോട്ട് നിർത്തില്ല കേട്ടോ. അതിൻ്റെ ഇപ്പുറത്തുള്ള സ്ഥലമാണ് ഈ മീർ ഘട്ടം എന്ന് പറഞ്ഞാൽ. അവിടെ വേണമെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കുമ്പോൾ അമ്പലത്തിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അമ്പലത്തിൽ വന്നവരും ഒക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മൾ ബോട്ടിൽ ഇരിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണിത്. ഇവിടെയാണ് കാശി വിശ്വനാഥ ക്ഷേത്രം അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഗേറ്റ് നമ്പർ 1 എല്ലാം ഇവിടെയാണ്. മെയിൻ എൻട്രൻസ് ദേ ഇവിടെയാണ്. ഇവിടെ ബോട്ട് നിർത്തത്തില്ല. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള മീർഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിർത്തുന്നത്. അവിടെ ഇറങ്ങിയിട്ട് കുറച്ചൊന്ന് നടന്നാൽ മതിയാവും. ഈ ഘട്ടുകളെല്ലാം നടന്ന് കാണാൻ കേട്ടോ. കുറേ ദൂരം ഉണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് ബോട്ടിൽ കാണുന്നതായിരിക്കും എപ്പോഴും സൗകര്യം. ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ തൊട്ട് ചേർന്നാണ് മണികർണിക ഘട്ട്. അപ്പോൾ ആക്ച്വലി ആ മീർഘട്ടിൽ ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്കിവിടെ കാണാമായിരുന്നു, കുറച്ചൊന്ന് നടന്നാൽ മതിയായിരുന്നു. അതിനെപ്പറ്റി നമുക്ക് അറിയില്ലായിരുന്നു. ഈ മണികർണിക ഘട്ടിൽ അവർ നിർത്തും എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവിടെ നിർത്തുമ്പോൾ ഇറങ്ങാമെന്ന് കരുതി നമ്മൾ നിന്നത്. പക്ഷേ മീർഘട്ടിൽ ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ഈ മണികർണിക ഘട്ടിലും വരായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. തിരിച്ച് വരുമ്പോൾ മണികർണിക ഘട്ടിൽ നിർത്തി തരാമെന്ന് പറഞ്ഞു. ഡെഡ് ബോഡീസ് എല്ലാം കത്തിക്കുകയാണ്. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈം പോയപ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ നിങ്ങളായിട്ട് പറഞ്ഞു. ഇതാണ് കാശിയിലെ ഏറ്റവും പ്രശസ്തമായ ചരിഞ്ഞ അമ്പലം എന്ന് പറയുന്നത് കേട്ടോ. ഈ അമ്പലം നമ്മുടെ പിസ ഗോപുരം 4 ഡിഗ്രി ചരിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ ഈ അമ്പലം 9 ഡിഗ്രി ചരിഞ്ഞാണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഭയങ്കര ഫേമസ് ആണ്. ഇൻസ്റ്റയിലും ഫോട്ടോസിലും ഒക്കെ ഒത്തിരി പ്രശസ്തമായ ഒരു അമ്പലമാണ്. കാരണം അത് അടിച്ചരിഞ്ഞ് നിൽക്കുന്നത്, അതും ഈ ഒരു കാശിയുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ടാണ് പറയുന്നത്. ഈ അമ്പലത്തിൻ്റെ പേര് രത്നേശ്വർ മഹാദേവ് ക്ഷേത്രം എന്നാണ്. ഈ അമ്പലത്തിൻ്റെ കഥ പറയുന്നത് ഏകദേശം 500 വർഷം മുമ്പ് രാജാ മാൻ സിംഗിൻ്റെ അജ്ഞാതനായ ഒരു സൈനികൻ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് രത്നാഭായി എന്നാട്ടോ. രത്നാഭായി അമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ച ക്ഷേത്രമാണിതെന്നാണ് പറയുന്നത്. അത് ചെയ്ത ശേഷം അദ്ദേഹം എൻ്റെ അമ്മയ്ക്ക് ഞാൻ എല്ലാം ചെയ്തു കൊടുത്തു, കടം വീട്ടി എന്നൊക്കെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്നപ്പോഴേക്കും അമ്മയ്ക്ക് ഒരിക്കലും പകരം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പലതും ഉണ്ട്. ഒരിക്കലും ഒന്നും ചെയ്തു തീർക്കില്ല, കടം വീട്ടാൻ പറ്റില്ല എന്നുള്ള ഒരു ശാപത്തിലാണ് ഈ അമ്പലം ചരിങ്ങി പോയത് എന്നാണ് പറയുന്നത്. പിന്നെ അല്ലാതെ പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കിട്ടിയ ഐതിഹ്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മോ ഘാട്ട് വരുന്നത്. നമ്മോ ഘാട്ടാണ് ഇതിൻ്റെ എൻഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബോട്ട് അതുവരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻസിൽ ക്ലിയർ ചെയ്യുക. എനിക്കറിയാവുന്ന കുഞ്ഞു കാര്യങ്ങളാണ് പറയുന്നത്. പലതും ഗൂഗിൾ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ പറയുന്നത്. അതിലെന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ പറയുക. പിന്നെ എന്തെങ്കിലും പുതിയ അറിവുകളുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് കമൻസായിട്ട് പറയുമ്പോൾ പുതിയ അറിവുകൾ നമുക്ക് കിട്ടുകയാണ്. അതുപോലെ ഞാനിവിടെ അഘോരികളെ ഒന്നും കണ്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ നിറയെ അഘോരികൾ ഉണ്ടാകുമെന്നൊക്കെയല്ലേ പറയുന്നത്. 1-2 സന്യാസികളെയൊക്കെ കണ്ടതല്ലാതെ ആരെയും ഞാൻ ഇവിടെ കണ്ടില്ല. മേ ബി നമ്മൾ ആ ഘാട്ട് വഴി ഇറങ്ങി നടന്നു വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ കണ്ടാനേ, അല്ലാതെ ഒന്നിനെയും ഞാൻ കണ്ടില്ല കേട്ടോ. ചിലർക്കൊക്കെ ഇവിടെ വന്നാൽ പോകാൻ പോലും മനസ്സുണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഒരു വൈബ് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു വിൻ്റർ സീസണിൽ വന്നാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഘാട്ട് കാണാൻ തന്നെ നടന്നാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഒരു ദിവസത്തെ കാഴ്ച തന്നെയുണ്ട്. ഇപ്പം ഇങ്ങനെ ബോട്ടിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് അമ്പലവും ഈ കാശി വിശ്വനാഥൻ്റെ അമ്പലവും ഘാട്ടുകളും എല്ലാം കൂടി ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാം. അല്ലാതെ ആണെങ്കിൽ നമുക്ക് ഘാട്ടുകൾ കാണാൻ തന്നെ ഒരു ദിവസം, അമ്പലങ്ങൾ കാണാൻ ഒരു ദിവസം ഒന്നും മതിയാവില്ല കേട്ടോ. എത്രയോ അമ്പലങ്ങളാണ് ഇവിടെ വാരണാസിയിലുള്ളത്. പക്ഷേ ഇവിടെ എല്ലാം നമുക്ക് എത്തിപ്പെടാനൊരു ഭാഗ്യം വേണം അല്ലേ. നമ്മൾ വെറുതെ അങ്ങ് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരാൻ പറ്റില്ല. പലർക്കും വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും പല കാരണങ്ങളും കൊണ്ട് വരാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ നമുക്ക് എന്തോ ഭാഗ്യത്തിന് എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ നമ്മൾ അയോധ്യയിലേക്കാണ് പോകുന്നത്. അതൊക്കെ ഒരു മഹാഭാഗ്യമായിട്ടാട്ടോ കണക്കാക്കുന്നത്. എപ്പോഴും ഈ ഓട്ടോ ബുക്ക് ചെയ്യുന്നത് റാപ്പിഡോ വഴിയോ ഊബർ വഴിയോ ബുക്ക് ചെയ്യുക.
ചില സ്ഥലങ്ങളിൽ വൺ വേ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ക്യാൻസൽ ആവത്തുള്ളൂ. അല്ല എങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. അവരുമായിട്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ട് വില പേശുന്നതിനെ കാട്ടി കുറച്ച് സമയം അവരെത്താൻ ലേറ്റ് ആവും. ഒരു ചെറിയ താമസമുണ്ട്. ആ താമസം ഒഴികെ ബാക്കി നമുക്ക് ഏറ്റവും നല്ലത് റാപ്പിഡോയോ ഊബറോ ആണ്. ഊബറിനെക്കാട്ടി കൂടുതലും അവിടെ റാപ്പിഡോ ആണുള്ളത്. അപ്പോൾ റാപ്പിഡോ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏറ്റവും കുറവാട്ടോ. മറ്റത് അവിടുത്തെ ഓട്ടോക്കാരൊന്നും നമ്മൾ പറയും പോലെയല്ല വില പേശിയാൽ അവർ കുറച്ച് തരും, നന്നായിട്ട് വില പേശിയാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ ഒന്നുമല്ല കേട്ടോ, അവരാരും 1 രൂപ പോലും കുറയ്ക്കത്തില്ല. നമ്മൾ വെറുതെ കിടന്ന് സംസാരിച്ച് ബഹളം വയ്ക്കാമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും നല്ലത് റാപ്പിഡോ ഒക്കെ ആണ്. നമുക്ക് കറക്റ്റ് ലൊക്കേഷനിൽ എത്തിക്കുകയും ചെയ്യും. ഇവർ കറക്റ്റ് ലൊക്കേഷനിലൊന്നും എത്തിക്കത്തില്ല. എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് പറയും ഇറങ്ങി ഇപ്പോൾ കോളൂർ സ്ഥലം എത്തിയെന്ന് പറയും. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. വേൾഡ്സ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് CNG സ്റ്റേഷനാണ് ദേ ഇവിടെ കാണുന്നത്, നമോ ഘാട്ട്. ഇതാണ് നമോ ഘാട്ട്. ഒരു കൈയെല്ലാം കൂപ്പി നിൽക്കുന്ന ശിവൻ്റെ ആ പോലെ കൈ കൂപ്പി നിൽക്കുന്ന ഒരു സ്റ്റാച്ചു എല്ലാം ഉണ്ട്. ഇതാണ് നമോ ഘാട്ട്. ഇവിടെയും കുറച്ച് പേര് ഇറങ്ങി കേട്ടോ. മെയിനായിട്ട് ഞാൻ കണ്ടത് അസിഘട്ടിലാണ് ബോട്ടിംഗ് കണ്ടത്. അവിടെയാണ് എല്ലാവരും ബോട്ടിങ്ങിൽ കയറി പോകുന്നതെല്ലാം കണ്ടത്. ഈ നമോ ഘട്ടിൽ അവിടെ എവിടെയെങ്കിലും ഇതുപോലെ ഇറക്കുന്ന ബോട്ടിൽ കയറി തിരിച്ചപ്പുറം പോവാമെന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര സജീവമായിട്ട് ബോട്ടിങ്ങിൻ്റെ ഇതൊന്നും കണ്ടില്ല. പക്ഷേ നമ്മുടെ അസിഘട്ടിൽ നിറയെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു. എന്തായാലും മെയിൻ റോഡിൽ കൂടെ പോകുന്നതിനെക്കാട്ടി ഭയങ്കര സുഖമാട്ടോ ഈ ബോട്ടിലൂടെ പോകാൻ. തിരക്കും ബഹളങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് സുഖമായിട്ട് കണ്ട് തൊഴുതൊക്കെ പറഞ്ഞ് വരാം. അമ്പലത്തിൻ്റെ നടയിലും ഒക്കെ ഇറങ്ങാം. പക്ഷേ റോഡിൽ ഇറങ്ങിയാൽ നമുക്ക് തലഭ്രാന്ത് വരും കേട്ടോ. ഒന്നുമില്ല കേട്ടോ, ഈ ബൈക്കുകാരെയാണ് നമുക്ക് സഹിക്കാൻ വയ്യാത്തത്. അത് കംപ്ലീറ്റ് ആ ബൈക്കുകാരങ്ങ് ഒഴിവാക്കണം. നടന്ന് കണ്ടാൽ മതി എന്നുള്ളൊരിത് വരണം കേട്ടോ. പോകുന്ന സ്പീഡ് കാരണം നമ്മൾ ഇടിച്ചിട്ടല്ലെന്ന് അവർക്ക് പ്രശ്നമില്ല. പക്ഷേ ഇടിക്കത്തില്ല കേട്ടോ. വരവ് കാണുമ്പോൾ നമ്മൾ ഇടിച്ച് ചത്ത് തീർന്നെന്നായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇടിക്കത്തൊന്നുമില്ല. അവർ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലും അങ്ങനെ സ്പീഡിൽ കൊണ്ടുവന്ന് നിർത്തിയൊക്കെ പോകും. അത് കാണുമ്പോൾ ഹോണടിച്ച് ചെവിയെല്ലാം പൊടിഞ്ഞു പോകും കേട്ടോ. അത്രയ്ക്ക് ഇതാണ്. എന്തായാലും നമോ ഘാട്ട് കണ്ടു. ഇനി ഇവിടെ നിന്ന് തിരിച്ച് ഇവിടെ കുറച്ച് പേര് ഇറങ്ങി കേട്ടോ. ഇവിടം വരെ വരുന്നതിനാണ് 100 രൂപ. തിരിച്ചങ്ങോട്ടേക്ക് പോകുന്നതിന് വീണ്ടും 100 രൂപ അഡീഷണൽ കൊടുക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സമ്മറിൽ വന്നാൽ നമുക്ക് പറ്റത്തില്ലായിരിക്കും കേട്ടോ. പൊല്യൂഷനും വെയിലും നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പറഞ്ഞവർക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ചൂടൊന്നും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടായിരിക്കും. അപ്പോൾ ഈ ഒരു വിൻ്റർ എനിക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. മെയിനായിട്ട് സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ ചെറിയ തണുപ്പ് തുടങ്ങത്തേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞൊരു മാർച്ചൊക്കെ ആകുമ്പോൾ ഈ തണുപ്പ് കുറഞ്ഞും വരും. അപ്പോൾ നമുക്ക് ഒരു ക്ലൈമറ്റ് ആയിരിക്കും. അധികം തണുപ്പും ഉണ്ടാവില്ല, എന്നാൽ വലിയ വെയിലും ഉണ്ടാവില്ല. ഇവിടെ ഹോളി വരെയൊക്കെയാണ് ഈ ഒരു തണുപ്പ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഹോളി സമയം അടുത്തൊക്കെ വന്നാൽ വലിയ തണുപ്പും ഉണ്ടാവില്ല, വലിയ വെയിലും ഉണ്ടാവില്ല. ഇപ്പോൾ തന്നെ എനിക്ക് വലിയ തണുപ്പായിട്ട് ഫീൽ ചെയ്യുന്നില്ല. രാവിലെ കുറച്ച് സമയം തണുപ്പുണ്ടാവും, വൈകിട്ടും കുറച്ച് സമയം തണുപ്പുണ്ടാവും. അല്ലാതെ ഉച്ചയ്ക്കൊക്കെ ചെറിയ ചൂടുണ്ട് കേട്ടോ. ഈ കാലഭൈരവ ക്ഷേത്രത്തെ പറ്റി വേറൊരു ഇത് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ കണ്ടതാണ്. നമ്മുടെ മഹാവിഷ്ണുവും ബ്രഹ്മാവും കൂടി വഴക്ക് ഭയങ്കരമായിട്ട് കൂടി കേട്ടോ. അപ്പോഴേക്കും ശിവൻ എന്തോ അഗ്നി പോലെ എന്തോ വന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ എൻഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു രണ്ടുപേരോടും. മഹാവിഷ്ണു താഴേക്ക് പോയിട്ട് എൻഡ് കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് കണ്ടില്ല എന്ന് വന്ന് ശിവനോട് പറഞ്ഞു. ബ്രഹ്മാവ് മുകളിലേക്ക് പോയിട്ട് പറഞ്ഞു എൻഡ് കണ്ടു എന്ന് പറഞ്ഞു. പക്ഷെ അത് കള്ളത്തരമായിരുന്നു. അത് ശിവന് ദേഷ്യം വന്നിട്ട്, ശിവനല്ല അത് ആ ഒരു ഇത് കാലഭൈരവനായിട്ട് മാറി ദേഷ്യം വന്ന് ബ്രഹ്മാവിൻ്റെ 5ാമത്തെ തല വെട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. വെട്ടിയെടുത്ത തല നമുക്ക് കാലഭൈരവന് ഒരിടത്തും തല വയ്ക്കാൻ പറ്റിയില്ല. കാലഭൈരവൻ്റെ കൂടെ തന്നെ ആ തലയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിലും കാലഭൈരവൻ ഇങ്ങനെ നടന്ന് സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അവസാനം കാശിയിലെത്തിയപ്പോഴേക്കും ആ തലയൊട്ടി കയ്യിൽ നിന്നും താഴെ തനിയെ വീണു. അങ്ങനെ ഇവിടെ അത് ഇതായി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് കാലഭൈരവൻ ഇവിടെ തന്നെ വന്നതും ഇവിടെ നിൽക്കുന്നതും. ഒപ്പം തന്നെ കാലഭൈരവൻ ശിവൻ്റെ വേറൊരിതാണ്. ശിവനും കാലഭൈരവനും ഇവിടെ കൂടിയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്നലൊരു വീഡിയോയിൽ കണ്ടതാണ്. ഇതൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല, എത്രത്തോളം കറക്റ്റ് ആണെന്നൊന്നും അറിയില്ല കേട്ടോ. നമോ ഘാട്ടിലെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചും വീണ്ടത് നമ്മൾ മണികർണിക ഘാട്ടിൻ്റെ അവിടെ വന്നു. അവിടെ കറക്റ്റ് നിർത്തി തന്നു കേട്ടോ. അപ്പോൾ രത്നേശ്വർ മഹാദേവ ക്ഷേത്രമാണിത്. അതും മണികർണിക ഘാട്ടിനടുത്താണ് ഈ ഒരു അമ്പലം ഉള്ളത്. മണികർണിക ഘാട്ടിൻ്റെ അടുത്താണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്, ഗേറ്റ് നമ്പർ 1. അതുപോലെ ഈ ചരിഞ്ഞ അമ്പലം വരുന്നത്, പിന്നെ ഡെഡ് ബോഡീസ് കത്തിക്കുന്ന സ്ഥലം, ഇതെല്ലാം മണികർണിക ഘാട്ടിൻ്റെ അവിടെയാണ് വരുന്നത്. നിങ്ങൾ വരുന്നവരാണെങ്കിൽ ബോട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവർ മീർ ഘാട്ടിലേക്ക് നിർത്തും. അവിടെ നിർത്തിയാൽ കുറച്ചൊന്ന് നടന്ന് പോയാൽ ഇതെല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ.
എന്തായാലും ഈ അമ്പലമൊക്കെ ഒരു മഹാ അത്ഭുതം തന്നെയാണല്ലേ. ഐതിഹ്യമല്ലാതെയും ടെക്നിക്കലി വേറെ ഇതിന് പറയുന്നുണ്ട് കേട്ടോ. അതിനെപ്പറ്റിയൊന്നും ഞാനധികം പറയുന്നില്ല. വിശ്വാസമായിട്ട് തന്നെ ഇരിക്കട്ടെ. ഈ അമ്പലം അത് വേനൽ സമയമാകുമ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ട് ആ ഒരു സമയത്തും ചില സമയങ്ങളിൽ മാത്രമാണ് ഈ അമ്പലം ശരിക്കും കാണാൻ പറ്റുന്നത്. വേനലാകുമ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ട് ഫുള്ള് കാണാൻ പറ്റും കേട്ടോ. അല്ലാത്ത സമയങ്ങളിൽ ഗോപുരം വരെ വെള്ളം വരാറുണ്ട്, കാണാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ ആ അമ്പലത്തിലേക്ക് പോയില്ല, നേരെ മണികർണിക കട്ടിലെ ഡെഡ് ബോഡീസ് എല്ലാം കത്തിക്കുന്ന ആ ഒരു സൈഡിലേക്ക് കേട്ടോ പോയത്. ശരിക്കും പറഞ്ഞാൽ കാശിയിൽ വന്നാൽ നമ്മൾ ഉറപ്പായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു മണികർണിക കാട്ടെന്ന് പറയുന്നത്. ഇവിടെ വന്നാൽ ഓരോ ഡെഡ് ബോഡീസും പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കത്തിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു വേറൊരു ഫീലാണ് വരുന്നത് കേട്ടോ. നമ്മളീ ഉണ്ടാക്കുന്നതും എടുക്കുന്നതും എല്ലാം ദേ ഒരൊറ്റ നിമിഷം കൊണ്ട് തീരുകയാണ്. നമ്മളീ സമ്പാദിച്ച സമ്പത്തായാലും സ്നേഹബന്ധങ്ങളായാലും എല്ലാം ദേ ഈ ഒരു നിമിഷം കൊണ്ടെല്ലാം കഴിയും കേട്ടോ. അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് അവരുടെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ വന്ന് നിന്ന് ഓരോ ബോഡീസിൻ്റെ മുന്നിൽ നിന്നും കരങ്ങി ഒരു കത്തിക്കുന്നതൊക്കെ കാണുമ്പോഴേ നമുക്കതൊരു വല്ലാത്തൊരു ഫീലാണ് വരുന്നത്. ഞാൻ വേദയും കൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതിൻ്റെ ചൂടും അതിൻ്റെ ഇതെല്ലാം കണ്ണിൽ പുകയെല്ലാം അടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. വേദയ്ക്കത് കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പിന്നെ ഞാൻ വേദയെ മാറ്റി നിർത്തിയിട്ട് ഏട്ടൻ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തന്ന ശേഷമാണ് ഞാൻ ഇവിടെയൊക്കെ പോയൊന്ന് കണ്ടതേ. ഇവിടെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഇപ്പോൾ ഞാൻ മരിക്കാറായി എന്ന് എൻ്റെ ബന്ധുക്കൾക്ക് തോന്നുകയാണ്. ഞാൻ അവരോട് പറയണം എനിക്ക് വാരണാസിയിൽ തന്നെ എൻ്റെ ബോഡി ഇങ്ങനെ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ വന്നാൽ വളരെ കുറച്ച് പൈസ ആവത്തുള്ളൂ. എത്രയോ ദിവസം വരെ നമുക്കിവിടെ കിടക്കാം കേട്ടോ. എന്നിട്ട് മരിക്കുമ്പോൾ എൻ്റെ ബോഡി കൊണ്ടുവന്ന് ഇവിടെ കത്തിക്കാം. അപ്പോൾ ആ കിടക്കുന്ന ആൾക്ക് ഫ്രീ ആണെന്ന് തോന്നുന്നു. മറ്റുള്ളവർക്ക് എന്തോ ചെറിയൊരു എമൗണ്ട്, ഒരു 20 ദിവസം വരെ എന്തോ കിടക്കാം. കിടന്നിട്ട് മരിക്കുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കത്തിക്കാം, ഇല്ലെങ്കിൽ തിരിച്ച് കൊണ്ടുപോകാം. അങ്ങനെയൊക്കെ പല ഇതും ഉണ്ട് കേട്ടോ ഇവിടെ വന്നാൽ. ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് അതിശയമായിട്ട് തോന്നും. ചിലർക്കതൊരു തമാശയായിട്ടൊക്കെ തോന്നും. അങ്ങനെയൊക്കെ ഉണ്ടോ, എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത്. പക്ഷേ അത് നമ്മളിവിടെ വരുമ്പോൾ എനിക്കറിയില്ല അതെങ്ങനെ നിങ്ങളെ പറഞ്ഞത് അറിയിക്കണം എന്നുള്ളതൊന്നും അറിയില്ല. ഇതെല്ലാം ഡെഡ് ബോഡീസ് കേട്ടോ. ഓരോന്ന് കത്തി തീരുമ്പോഴും അടുത്ത് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ്. 24 hours ഇവിടെ ഇങ്ങനെ ഡെഡ് ബോഡീസ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൊണ്ടുവന്ന് ബോഡീസ് എല്ലാം കത്തിച്ചാൽ അതിൻ്റേതായ പുണ്യം കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. ഈ അഘോരികളെല്ലാം രാത്രി ഇങ്ങോട്ടേക്ക് വരും, ഈ പകുതി വെന്ത ശവം കഴിക്കും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. എനിക്കതിനെ പറ്റിയൊന്നും വലിയ രീതിയിൽ അറിവില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പലതും നമ്മൾ കേട്ട അറിവുകൾ മാത്രമാണ്. എത്ര പേരാ കത്തിക്കുന്നതെന്ന് നോക്കി. അയ്യോ, കാണുമ്പോൾ തന്നെ നമ്മൾ ബോട്ടിലൊക്കെ പോകുമ്പോൾ ഈ ചിതാഭസ്മമൊക്കെ കലത്തിലിങ്ങനെ ഒഴുക്കി വിട്ടതൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് കാണാം. ഡെഡ് ബോഡീസൊക്കെ കൊണ്ടുവന്നിട്ട് ഗംഗാവെള്ളത്തിൽ ഒന്നും കുളിപ്പിക്കുകയല്ല, ഒന്ന് മുക്കിയൊക്കെ എടുത്ത ശേഷമാണ് നെയ്യിലൊക്കെ ആട്ടോ അത് ഫുള്ള് കത്തിക്കുന്നത്. പക്ഷെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് വേറൊരു ഫീലാട്ടോ. നമുക്കത് എങ്ങനെ പറയണമെന്നറിയില്ല. സാധാരണ ബോഡീസൊക്കെ കത്തിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളല്ലേ. ഇത്രയും ബോഡീസ് കത്തിയിട്ടും അവിടെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ പുകയുടെ ഒരു ഇതും ചൂടിൻ്റെ ഒരു ഇതും മാത്രമേ ഉള്ളൂ. ഉറപ്പായിട്ടും കാശിയിൽ വന്നാൽ ഈ ഒരു കാഴ്ച നിങ്ങൾ മിസ് ചെയ്യരുത്. ഉറപ്പായിട്ടും വരിക, കാണുക, അത് കണ്ട് തന്നെ അറിയുക. ഓരോരുത്തരുടെ ഫീലിങ്സൊക്കെ ഇതേ ഇവിടെ കഴിയുകയാണ് കേട്ടോ. വന്ന് ഓരോ ബോഡീസും ഇങ്ങനെ കത്തിക്കുന്നതൊക്കെ കാണുമ്പോൾ അതൊരു വല്ലാത്ത, അവരുടെ റിലേറ്റീവ്സൊക്കെ കരയുന്ന കാണുമ്പോൾ നമ്മുടെ വീട്ടിലാരോ എന്തോ പോലെ തോന്നും. അത്രയും ഒരു നമുക്ക് വല്ലാത്തൊരു ഫീലാട്ടോ ഇവിടെ വരുമ്പോൾ. ഇത് കാണാനും നമ്മളെപ്പോലെ എത്രയോ പേര് വന്ന് നിൽപ്പുണ്ടെന്നറിയോ ഇത് കാണാനായിട്ട്. കാശി എന്ന് പറഞ്ഞാൽ എപ്പോഴും മരണാനന്തര ചടങ്ങുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെ തന്നെയാണ് ഇവിടെ വന്ന് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്താൽ നമ്മുടെ ആത്മാവിന്, നമ്മുടെ എല്ലാ മരിച്ചുപോയവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. ആ വിശ്വാസം ഏറ്റെടുത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള എത്രയോ ആൾക്കാരാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നിവിടെ ഓരോ കർമ്മങ്ങളും ചടങ്ങുകളും ചെയ്യുന്നത്. അതിൽ ഫോറിനേഴ്സും ഉണ്ട് കേട്ടോ. അവർക്കൊക്കെ ഇതൊരു ഭയങ്കര ഒരു സംഭവമായിട്ടായിരിക്കും ഫോറിനേഴ്സൊക്കെ ഇതിനെ കണക്കാക്കുന്നത്. നമുക്ക് ഇതൊരു സംഭവം, അപ്പോൾ ഫോറിനേഴ്സൊക്കെ അതിനെ എന്ത് രീതിയിലായിരിക്കും കണക്കാക്കുന്നത്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും കാശിയിൽ വരുന്നവർ മണികർണിക കട്ട് ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അവിടുത്തെ ഞാൻ പറഞ്ഞില്ല, കാശിയുടെ മെയിൻ ഐഡൻറ്റിറ്റിയാണ് ഈ മണികർണിക കട്ടിലെ ഈ ഡെഡ് ബോഡീസ് എല്ലാം കത്തിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത്. ഉറപ്പായിട്ടും അവിടെ വിസിറ്റ് ചെയ്യുക. പിന്നെ അസിഘട്ടാണ്, അവിടെയാണ് ഗംഗാ ആരതിയും മറ്റും ഉള്ളത്. ഏറ്റവും ഭംഗിയുള്ള ഒരു ഘാട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മറ്റുള്ള ഘാട്ടുകളിലൊന്നും നമ്മൾ ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അസിഘാട്ട് വരിക, ബോട്ടിങ്ങിൽ പോവുക, ഇത് ഇത്രയും മസ്റ്റായിട്ട് നമ്മൾ ഇവിടെ വന്നാൽ ഈ ഒരു ഘാട്ടുകൾ കാണേണ്ട സ്ഥലങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും ഇത്രയും മസ്റ്റായിട്ട് ചെയ്യുക. അതിൻ്റെ ഭംഗി അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ.
അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വിശേഷം നമുക്കിവിടെ എൻഡ് ചെയ്യാം. ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരും. എല്ലാം കൂടി ഇട്ടാൽ ഭയങ്കര ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് കട്ട് ചെയ്തിടുന്നത്. ഇനി നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഇവിടെ നിന്ന് വീണ്ടും നേരെ കുറച്ച് ഫുഡ് സ്പോട്ടുകളെല്ലാം ട്രൈ ചെയ്ത ശേഷം നേരെ ആസിഘട്ടിൽ പോകുന്നുണ്ട്. ഓട്ടോ പിടിച്ചാട്ടോ ആസിഘട്ടിൽ പോയത്. വീണ്ടും ബോട്ട് എടുത്ത് പോവുകയാണെങ്കിൽ അത്യാവശ്യം റേറ്റ് ആവും. അതുകൊണ്ട് നേരെ നമ്മൾ ഓട്ടോ പിടിച്ച് അവിടുത്തെ കുറച്ച് ഫുഡ് സ്പോട്ടുകളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടിട്ട് കഴിച്ചിട്ട് ഓട്ടോ പിടിച്ച് നേരെ വീണ്ടും ആസിഘട്ടിൽ വന്നു. വൈകിട്ടത്തെ ഗംഗാ ആരതി കാണാനായിട്ടാണ് ഇവിടെ വന്നത് കേട്ടോ. ഗംഗാ ആരതിയും കണ്ട ശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ലെങ്ത് ആവും കേട്ടോ. ഇവിടെ നമ്മളിതെല്ലാം കഴിഞ്ഞ ശേഷം നേരെ കാശി വിശ്വനാഥ ടെമ്പിളിൽ അകത്തേക്ക് വീണ്ടും ഒന്നുകൂടെ കയറി. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വിശ്വനാഥൻ്റെ വൈഫിൻ്റെ ഒരു ടെമ്പിളുണ്ട്. അത് ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനകത്താട്ടോ. അത് ഇന്നലെ അറിയില്ലായിരുന്നു. ഇന്ന് അന്വേഷിച്ച് വന്നപ്പോഴാണ് വീണ്ടും അതിനകത്താണെന്ന് അറിഞ്ഞത്. അങ്ങനെ അവിടുത്തെ അമ്പലത്തിലൂടെ കയറിയിട്ട് നമ്മൾ വീണ്ടും അടുത്ത് കുറച്ച് ഫുഡ് സ്പോട്ടുകളുണ്ട്, അങ്ങോട്ടേക്ക് പോവുകയാണ്. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ